നമ്മുടെ ഹൃദ്രോഗത്തിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. മോഡിഫയബിൾ, നോൺ മോഡിഫയബിൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത റിസ്ക് ഫാക്ടേഴ്സ് അവിടെ ഇരിക്കട്ടെ, നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന റിസ്ക് ഫാക്ടേഴ്സ് ജാഗ്രതയോടെ നീങ്ങിയാൽ നേരത്തെ തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഒന്ന്, ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. അതിന് സാധ്യത ഉള്ളവർ, നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കോ അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ളവർക്കോ നേരത്തെ തന്നെ റെഗുലർ ചെക്കപ്പ് ചെയ്യുക. ഒരു 30 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ സ്വയം ഒന്ന് വിലയിരുത്തുക. റിസ്ക് ഫാക്ടേഴ്സ് വരാൻ സാധ്യതയുണ്ടോ, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ഒരു 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യുക. ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക, നേരത്തെ കണ്ടെത്തുക, അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. സ്മോക്കിംഗ് നിർത്തുക, അശേഷം നിർത്തുക. സ്മോക്ക് ചെയ്യാൻ പാടില്ല. പാസീവ് സ്മോക്കിംഗ്, അതായത് സ്മോക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിൽക്കാൻ പോലും പാടില്ല. ഇത് ഒരു 70 വയസ്സുകാരൻ്റെ ഒരു ഹൃദയത്തിലുണ്ടാവുന്ന ചേഞ്ചസ് ആയിരിക്കും ഒരു 20 വയസ്സുകാരന് വരിക ഈ സ്മോക്ക് ചെയ്യുന്നതിൽ. അത്രത്തോളം മോശമായ രക്തക്കുഴലുകൾ. മിക്കപ്പോഴും അറ്റാക്ക് വരുമ്പോൾ നമുക്ക് ഇവർ ബൈപ്പാസിലോട്ട് പോവുക, അല്ലെങ്കിൽ ബാഡ് വെസൽസ് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി സക്സസ്ഫുൾ ആകാതെ വരിക, ഇങ്ങനെ എല്ലാ സാധ്യതകളുണ്ട്. മറ്റ് റിസ്ക് ഫാക്ടേഴ്സ്, അമിതവണ്ണം, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഇതെങ്ങനെ നമുക്ക് ചെറുക്കാം? ഒന്ന് നല്ല ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്. എന്തൊക്കെയാണ് നമ്മുടെ ഒരു ബാലൻസ്ഡ് ഒരു ഈറ്റിംഗ് ഹാബിറ്റ്, ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. നമ്മുടെ ആഹാരക്രമണത്തിൽ ഈ കാലറീസ് നമുക്കൊരു 20 വയസ്സുകാരന് വേണ്ട ഒരു കാലറി ആയിരിക്കില്ല നമുക്കൊരു 30-40 വയസ്സാകുമ്പോൾ വേണ്ടത്. അതേ രീതിയിലുള്ള ഒരു ഈറ്റിംഗ്, ഒരു ഡയറ്റ് പാറ്റേൺ പാടില്ല. മിതമായ ആഹാരം, അതായത് കാലറീസ്, നമ്മുടെ അരി ആഹാരം നന്നായി കുറയ്ക്കുക. ചോറ് ഒരു നേരം ആക്കുക. ഷുഗർ നന്നായി കുറയ്ക്കുക. ആഡഡ് ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഈ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. ഫ്രൂട്ട്സ് ധാരാളം നമ്മുടെ ഡയറ്റിൽ കൊണ്ടുവരിക. വെജിറ്റബിൾസ് കൂട്ടുക, പ്രോട്ടീൻ കൂട്ടുക. ഇതൊക്കെയാണ് നമുക്ക് ഡയറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ. ദെൻ നമ്മുടെ എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി. നമുക്ക് കിതച്ചുകൊണ്ടുള്ള ഒരു എക്സസൈസ് അല്ലെങ്കിൽ ജിമ്മിൽ പോയുള്ള എക്സസൈസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു എയറോബിക് എക്സസൈസാണ് നമ്മുടെ ഹൃദയത്തിന് ആവശ്യം. അതായത് ബ്രിസ്ക് വാക്കിംഗ്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതും അഡ്വൈസബിൾ ആയിട്ടുള്ളത്. അതായത് ഒരു നമ്മൾ കിതയ്ക്കാതെ ഒരു ചെറിയ സ്പീഡിൽ, ഹാർട്ട് റേറ്റ് ഒരു 100-110 രീതിയിൽ വരുന്ന രീതിയിൽ ഒരു 30 മിനിറ്റ് ആഴ്ചയിൽ ഒരു 5 ദിവസം മിനിമം ചെയ്യുക. അതായത് ഒരാഴ്ച ചെയ്ത് പിന്നെ ഒരു ഗ്യാപ്പ് ഇടുക, അങ്ങനെ ചെയ്യാതെ ഒരു റെഗുലറായിട്ടൊരു ഹാബിറ്റിൽ കൊണ്ടുവരിക. 2, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ മാറ്റുക. ഇപ്പം ഓഫീസ് വർക്കാണ്, രാവിലെ മുതലേ വൈകുന്നേരം വരെ ഇരിക്കുന്ന ഒരു ജോലിയാണ്, ഇരുന്നുകൊണ്ടുള്ള ജോലിയാണെങ്കിൽ നമ്മൾ അറിഞ്ഞ് തന്നെ ഇടയ്ക്ക് എണ്ണിക്കുക, ഒന്ന് നടക്കുക. ലിഫ്റ്റുകൾ കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. സ്റ്റെയർ കേസ് യൂസ് ചെയ്യുക. അങ്ങനെ ഒരു ജോലി സ്ഥലത്ത് തന്നെ നമ്മൾ കഴിവതും ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്നത്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, സ്ട്രെസ്സ്. ഇപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു രീതിയിൽ സ്ട്രെസ് അനുഭവിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ആ സ്ട്രെസ്സിനെ നേരിടാം? ഒന്ന്, സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഷ്യൽ ഗ്യാതറിങ്സ് കൂട്ടുക എന്നുള്ളതാണ്. ഈ ജപ്പാനിലൊക്കെ ഈ ആയുസ് കൂടിയുള്ള ഒരു വിഭാഗം ആൾക്കാരിൽ പഠനം നടത്തിയതിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് അവർക്ക് സോഷ്യൽ ഗ്യാതറിങ് വളരെയധികം കൂടുതലുള്ളതാണ്. അതായത് നമുക്കിഷ്ടപ്പെട്ടവർ, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഒരു ഗ്യാതറിങ് ഫ്രീക്വൻ്റായിട്ട് ഏർപ്പെടുക. 2 എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്, പല എക്സസൈസ്, യോഗ, നമ്മുടെ മെഡിറ്റേഷൻ, അങ്ങനെ കുറച്ച് ചെറിയ എക്സസൈസ്. ഇതെല്ലാം നമ്മുടെ ബ്രീത്തിങ്, പ്രാണായാമ, അതിലൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ കൊണ്ടുവരുമ്പോൾ ഏറെക്കുറെ നമുക്ക് സ്ട്രെസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും.